ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലിംഫാറ്റിക് ഫൈലേറിയാസിസ് അഥവാ മന്ദരോഗം. നമുക്ക് മന്ദരോഗം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പിക്ചർ ഉണ്ട് അല്ലേ? ഒരു കാല് വലിയ നല്ല വീക്കുള്ള ഒരു കാലും ഒരു നോർമൽ കാലും. ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് ലിംഫാറ്റിക് ഫൈലേറിയാസിസ് നോക്കാം. എന്താണ് ലിംഫാറ്റിക് ഫൈലേറിയാസിസ്? അതൊരു മൊസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. ഡിസീസ് കോസ്ഡ് ബൈ ഫൈലിയറിയൽ പാരസൈറ്റ്സ്. ഫൈലിയറിയൽ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരം പാരസൈറ്റ്സ് ആണ്. ബുക്കേരിയ ബാങ്ക്രോഫ്റ്റി ഉണ്ട്, ബ്രൂഗിയ മലായി ഉണ്ട്. ഈ രണ്ട് പാരസൈറ്റ് ആണ് ഫൈലിയറെ പരത്തുന്നത്. ഓക്കെ. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് എങ്ങോട്ട് പരത്തും? അത് മനുഷ്യരിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏജന്റ് ഫൈലിയറെ പാരസൈറ്റ് നേരെ മനുഷ്യരിലോട്ട് എത്തുകയല്ല. അത് ഏത് വഴി എത്തുന്നു? ബൈ ദ ബൈറ്റ് ഓഫ് ക്യൂലെക്സ് മൊസ്കിറ്റോസ്. ക്യൂലെക്സ് മൊസ്കിറ്റോസ് ആണ് ഇവ പരത്തുന്നത്. മെയിൻ ആയിട്ടും ഇന്ത്യയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോസ് ആണ് പരത്തുന്നത്. ഈ രോഗത്തിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരണത്തിലോട്ടൊന്നും നയിക്കില്ല. പക്ഷേ എന്തുണ്ടാക്കും? ഡീഫോമിറ്റി, ഭയങ്കര സഫറിങ് ഉണ്ടാക്കും, ഡീഫോമിറ്റി ഉണ്ടാക്കും, ഡിസബിലിറ്റിയിലോട്ട് നയിക്കും. ഏറ്റവും പ്രശ്നം അതാണ്. നമ്മുടെ പോളിയോ പോലില്ലേ, പോളിയോ പോലെ ഡിസേബിൾഡ് ആയിട്ട് ജീവിക്കേണ്ടി വരും. ജീവിതകാലം ഫുള്ള് ഡിസേബിൾഡ് ആയിട്ട് ജീവിക്കേണ്ടി വരും. ഒരു ഡിസേബിലിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമൽ നമ്മുടെ സൈസിലെ ലെഗിന്റെ അതിലോട്ട് എത്ര റീഹാബിലിറ്റേഷൻ ചെയ്താൽ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ. ഇതാണ് നമ്മുടെ ലിംഫാറ്റിക് ഫൈലിയറിയാസിസ്. അപ്പോ ഇത് പരത്തുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. ഏജന്റ് അറിയണം, വെക്ടർ അറിയണം, ഹോസ്റ്റ് അറിയണം. ഇവർ തമ്മിൽ തിരിഞ്ഞോകല്. ഏജന്റ് എപ്പോഴും ഈ ഫൈലിയർ പാരസൈറ്റ്സ് ആണ് ഏജന്റ് എന്ന് പറയുന്നത്. ബുക്കരേരിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലായി, അതുപോലെ തന്നെ ബ്രൂഗിയ ടിമോറി, ഇവർ മൂന്നുപേരുമാണ് ഏജന്റ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും 95% ഫൈലിയറി ഉണ്ടാക്കുന്നത് ഈ ബുക്കരേരിയ ബാങ്ക്രോഫ്റ്റി എന്ന് പറയുന്ന പാരസൈറ്റ് ആണ്. ഓക്കെ. അതേസമയം വെക്ടർ ആരാണ് നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വെക്ടർ ആരായിരിക്കും? ക്യൂലെക്സ് മൊസ്കിറ്റോ. മെയിൻ ആയിട്ടും ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ്. അതിന്റെ കൂടെ ഏതുകൂടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. മാൻസോണൈറ്റ്സ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട കൊതുകുകളും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഹോസ്റ്റ് എപ്പോഴും മനുഷ്യനായിരിക്കും കേട്ടോ. മനുഷ്യരിലായിരിക്കും ഇത് വന്ന് പെരുകി അവിടെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. മനുഷ്യരിലായിരിക്കും ഹോസ്റ്റ്. ഓക്കെ. ഏജന്റ്, വെക്ടർ, ഹോസ്റ്റ് ഇവര് തിരിഞ്ഞു പോവാതെ നോക്കുക. ഇനി ഹോസ്റ്റ് ഫാക്ടേഴ്സ്. നമ്മൾ മനുഷ്യനാണ് ഹോസ്റ്റ് എന്നറിയാം. അപ്പോ ഏജ് എന്ന് പറയുമ്പോൾ എല്ലാ ഏജിനെയും ബാധിക്കും അല്ലെ? ഫൈലിയർക്ക് അങ്ങനെ ഏജ് സ്പെസിഫിക്കേഷൻ ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 20 to 30 ഇയേഴ്സിലാണ്. കാരണം ആ സമയത്താണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് കുറച്ചും കൂടി കൂടുതൽ എന്ന് പറയുന്നത് ആ സമയം പറയാം അല്ലെ? ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഈ പ്രൈം ടൈമിലാണ്. അതുകൊണ്ട് തന്നെ 20 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത കൂടുതലാണ്. ദെൻ ജെൻഡർ. ഈ എൻഡമിക് ഏരിയയില് മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തായിരിക്കും കാരണം? മെയിൽസ് ആയിരിക്കും പുറത്തു പോയി കുറച്ചും കൂടി ജോലി ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ കൃഷിയാകട്ടെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റ്സിൽ ഏറ്റവും കൂടുതലും നമുക്ക് വരാൻ സാധ്യതയുള്ളത് അല്ലെ? കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആരായിരിക്കും? മെയിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഫൈലിയറിയ വരാൻ സാധ്യത കൂടുതൽ. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്. പൂർ സാനിറ്റേഷൻ അല്ലെ? സാനിറ്റേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. കാരണം എന്താ? നമ്മുടെ വെക്ടറായ ക്യൂലെക്സ് മൊസ്കിറ്റോസ് വളരുന്ന എവിടെയാണ്? ഡേർട്ടി വാട്ടറിലാണ്. ഡേർട്ടി വാട്ടറിലാണ് അവർ മുട്ടയിട്ട് വളരുന്നത്. അപ്പോൾ ഈ ഡേർട്ടി വാട്ടർ അക്യുമുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സാനിറ്റേഷൻ ഉറപ്പുവരുത്തുക. ആ സാനിറ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് വരാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇപ്പോ അർബനൈസേഷൻ ഒക്കെ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഹൗസസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ? അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഈ കൊതുകുകൾ മുട്ടയിട്ട് പെരുകി അതുവഴി നമുക്ക് കിട്ടാം. പിന്നെ മൈഗ്രേഷൻ. അത് മിക്ക അസുഖങ്ങളും നമ്മൾ പറയുന്നതല്ലേ മൈഗ്രേഷൻ. ഒരു സ്ഥലത്ത് എൻഡമിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു അസുഖമുള്ള ആള് വേറെ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് അസുഖം വരാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം എന്താ? ഈ കൊതുകുകൾ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അപ്പൊ ഈ അസുഖം വന്നാൽ ഈ കൊതുക് കടിച്ചാൽ അടുത്ത ആളിലോട്ട് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ പോവർട്ടി. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സോഷ്യൽ ഫാക്ടേഴ്സ്. ദെൻ സോഴ്സ് അല്ലെങ്കിൽ റിസർവോയർ. എന്താണ് ഈ സോഴ്സ് അല്ലെങ്കിൽ റിസർവോയർ?
ഈ മൈക്രോഫൈലേറിയ അതായത് എന്താണ് മൈക്രോഫൈലേറിയ എന്നറിയോ? നമ്മുടെ പാരസൈറ്റ്സ് ഇല്ലേ, അഡൽട്ട് പാരസൈറ്റ്സ്, അവർ മേറ്റ് ചെയ്ത് പുതിയ ജനറേഷൻസ് ഉണ്ടാകുന്നു, പുതിയ എംബ്രിയോസ് ഉണ്ടാകുന്നു. അതിനെ പറയുന്നതാണ് എന്തെന്ന്, മൈക്രോഫൈലേറിയ. അപ്പൊ ഈ മൈക്രോഫൈലിയറിന്റെ ആരുടെ ദേഹത്താണ് ഉള്ളത്, അവരാണ് സോഴ്സ് അഥവാ റിസർവോയർ. ഓക്കെ, ഈ മൈക്രോഫൈലിയർ എപ്പോഴും ഉള്ളത് ആരിലായിരിക്കും, മാനിലായിരിക്കും മൈക്രോഫൈലിയറെ ഉള്ളത്. അപ്പൊ സോഴ്സ് അല്ലെങ്കിൽ റിസർവോയർ എന്ന് പറയുന്നത് മാൻ ആണ്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു, നമ്മുടെ മൊസ്കിറ്റോസ് ആണ് നമ്മുടെ ഈ രോഗം പരത്തുന്നത്. അപ്പം എങ്ങനെയായിരിക്കും, ബൈറ്റ് ആയിരിക്കും അല്ലെ, ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് മൊസ്കിറ്റോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഏതൊക്കെയായിരിക്കും മൊസ്കിറ്റോസ്? ക്യൂലെക്സ് ഫാറ്റിജാൻസും ഉണ്ട്, അതുപോലെ തന്നെ മാൻസുമൈഡ്സും ഉണ്ട്. ഇവർ മൂന്നുപേരാണ് മെയിൻ ആയിട്ടുള്ള വെക്ടേഴ്സ്. ഇതിൽ ഏറ്റവും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഇൻക്യുബേഷൻ പീരീഡ് അല്ലെ. ഇൻക്യുബേഷൻ പീരീഡ് എന്താണ്, നമ്മുടെ രോഗം ഉള്ളിൽ കയറി ഇൻഫെക്ഷൻ കയറിയിട്ട് ഫസ്റ്റ് സൈൻ ഷോ ചെയ്യുന്ന സമയം, അത്രയും എടുക്കുന്ന സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പൊ ഫൈലിയറിൽ കുറച്ച് ലോങ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്, 8 to 16 months എടുക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഹോസ്റ്റ് ഫാക്ടേഴ്സും റിസർവോയറും ഒക്കെ. നമ്മുടെ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫേസ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ലൈഫ് സൈക്കിൾ. നമ്മുടെ DHSC എക്സാമുകൾ നോക്കുകയാണെങ്കിൽ മിക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും ഒരു ലൈഫ് സൈക്കിൾ ഓഫ് ഫൈലിയറി എന്ന് പറയുന്ന ഒരു essay അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മിക്കതിലും. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ലൈഫ് സൈക്കിൾ. ഓക്കെ, ഇപ്പൊ ഈ ലൈഫ് സൈക്കിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പിക്ചർ വരച്ച് ഫൈലിയറിനെ പറ്റി കുറച്ച് എഴുതുകയും ചെയ്ത് ഈ പിക്ചറിനെ പറ്റി ഒന്ന് ഡിഫൈൻ ചെയ്ത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ വീഴും. അപ്പൊ ലൈഫ് സൈക്കിൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അപ്പൊ ലൈഫ് സൈക്കിൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈലിയർ ലൈഫ് സൈക്കിളിന്റെ 2 സ്റ്റേജ് ഉണ്ട്. ഒരു മൊസ്കിറ്റോ സ്റ്റേജും ഉണ്ട്, ഹ്യൂമൻ സ്റ്റേജും ഉണ്ട്. അപ്പൊ ഈ ഫൈലിയർ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ത്രെഡ് വേം അറിയില്ലേ, റൗണ്ട് വേം, പിൻ വേം, ത്രെഡ് വേം. ആ ത്രെഡ് വേം പോലെ ഇരിക്കും നമ്മുടെ ലൈക്ക് ദിസ്, ഇതുപോലെ ഇരിക്കും നമ്മുടെ ഫൈലിയറിൽ പാരസൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഫൈലിയറിൽ പാരസൈറ്റ്സിന് നമ്മുടെ മൊസ്കിറ്റോയുടെ ശരീരത്തിൽ കാണാം. അതിനെ എന്ത് ചെയ്യുന്നു, ഇൻജെക്റ്റ് ആണ് ആദ്യം ചെയ്യുന്നത്. ഇൻജെക്ട് ചെയ്യുന്നു. ഇൻജെക്ട് ചെയ്യുന്നത് എന്താണ്, ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ലാർവനെ. ഈ ലാർവ എങ്ങനെ ഇൻഫെക്റ്റീവ് ആയി എന്ന് നമുക്ക് ലാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ലാർവേനെ മൊസ്കിറ്റോ എങ്ങോട്ട് ഇൻജെക്ട് ചെയ്യുന്നു, ഹ്യൂമന്റെ ശരീരത്തിലോട്ട് ഇൻജെക്ട് ചെയ്യുന്നു. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻജെക്ട് ചെയ്ത പാരസൈറ്റിന്റെ പ്രൈം ഓർഗൻ അല്ലെങ്കിൽ ടാർഗറ്റ് ഓർഗൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ ലിംഫാറ്റിക്സ് ആണ്. ലിംഫാറ്റിക്സ് അറിയാലോ, നമ്മുടെ സർക്കുലേറ്റിംഗ് സിസ്റ്റം പോലെ ഉള്ളതാണ് ലിംഫാറ്റിക് സിസ്റ്റം. അപ്പൊ ഈ ലിംഫാറ്റിക്സിലോട്ട് നേരെ ഈ ഇൻഫെക്റ്റഡ് ലാർവ ചെല്ലുന്നു. അവിടെ ഒരു 1 year കേട്ടോ, 1 year എടുത്താണ് എന്തായിട്ട് മാറുന്നു, അവര് മെച്ചുർ ആയി മാറുന്നു. 1 year എടുത്ത് മെച്ചുർ ആവുന്നു. മെച്ചുർ ആയ മീൻസ് എന്താണ്, അതാ നല്ല അഡൽട്ട് ആയിട്ട് ഫീമെയിൽ ആയിട്ട് മെയിൽ ആയിട്ട് മാറുന്നു 1 year എടുത്ത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇൻക്യുബേഷൻ പീരീഡ് പറഞ്ഞില്ലേ, 8 മുതൽ 16 മാസം എന്ന്. അതിന്റെ റീസൺ പറഞ്ഞാൽ ഇതാണ്, ഒരു 1 year എടുത്ത് അഡൽട്ട് ആയിട്ട് മാറുന്നു, ഫീമെയിലും മെയിലും ആയിട്ട് മാറിയിട്ട് മേറ്റ് ചെയ്ത് പുതിയ ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എത്രയാണ്, തൗസൻഡ്സ് ഓഫ് ജനറേഷൻസ് ആണ്, തൗസൻഡ്സ് ഓഫ് എംബ്രിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ ലിംഫാറ്റിക്സ് ബ്ലോക്ക് ആയി ലിംഫാൻജൈറ്റിസ്, ലിംഫെഡിമ അല്ലെ, ലിംഫഡിനൈറ്റിസ് പോലുള്ള സൈൻസ് ഷോ ചെയ്യുന്നത് ബോഡി ഇല്ലേ. നമ്മുടെ ലിംഫാറ്റിക്സ് ബ്ലോക്ക് ആയാൽ ഓരോ സ്ഥലങ്ങളിൽ എന്താണ്, വീക്കം കാണപ്പെടും കേട്ടോ. അതാണ് ഈ ഇൻക്യുബേഷൻ പീരീഡ് 3 ലോങ് ആവാനുള്ള കാരണവും. ഓക്കെ, അപ്പൊ അവിടെ മേറ്റ് ചെയ്ത് അവര് പുതിയ ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു അല്ലെ. അതാണ് എന്ത്, മൈക്രോഫൈലിയറിയ. ഇവിടുത്തെ മൈക്രോഫൈലിയർ എങ്ങനെയായിരിക്കും, ഷീത്ത്ഡ് ആയിരിക്കും. ഓക്കെ, ഷീത്ത്ഡ് ആയിട്ടുള്ള മൈക്രോഫൈലിയറിയ ആണ് ഇവിടെ ഉള്ളത്. ഷീത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർക്കൊരു കവറിങ് കാണും, ഒരു ലെയർ കാണും. ഓക്കെ, ഷീത്ത് ആയിട്ടുള്ള മൈക്രോഫൈലിയറിയ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മൈക്രോഫൈലിയറിയ നമ്മുടെ ഹ്യൂമന്റെ പെരിഫറൽ ബ്ലഡിൽ കാണപ്പെടും. പെരിഫറൽ എന്ന് പറയുമ്പോൾ കൈകളിലും കാലുകളിലും പെരിഫറൽ ബ്ലഡിൽ കാണപ്പെടും. അപ്പൊ രാത്രിയായിരിക്കും ഏറ്റവും കൂടുതൽ മൈക്രോഫൈലിയറിയ വരുന്നത്. അങ്ങനെ ഇരിക്കെ മൊസ്കിറ്റോ എന്ത് ചെയ്യും, ഈ മൈക്രോഫൈലിയറിയെ ഇൻജസ്റ്റ് ചെയ്യും. ആദ്യം ഇൻജെക്ട് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇപ്പൊ എന്ത് ചെയ്യാണ്, ഇൻജസ്റ്റ് ആണ് ചെയ്യുന്നത്.
കഴിക്കും, മൈക്രോഫൈലിയറെ കഴിക്കും. എപ്പോ? ഒരു ബ്ലഡ് മീൽ എടുക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഷീത്ത് ആയിട്ടുള്ള മൈക്രോഫൈലിയറി ആയിരുന്നു നമ്മുടെ മൊസ്കിറ്റോ ഇൻജസ്റ്റ് ചെയ്തത്. അത് നമ്മുടെ മൊസ്കിറ്റോയുടെ സ്റ്റൊമക്കിൽ പോയിട്ട് എന്ത് ചെയ്യും? എഗ് ഷീത്ത് ചെയ്യും. അതായത് അതിന്റെ ആ ഷീത്ത് ആവരണം കളയും അത്. എന്നത് എന്ത് ചെയ്യും? നമ്മുടെ ഗട്ട് വാള് പെനട്രേറ്റ് അല്ലെങ്കിൽ സ്റ്റൊമക് വാള് പെനട്രേറ്റ് ചെയ്യും. ഈ എഗ് ഷീത്ത് ആയിട്ടുള്ള മൈക്രോഫൈലിയറിയ മൊസ്കിറ്റോയുടെ ഗട്ട് വാള് പെനട്രേറ്റ് ചെയ്യും. പെനട്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കൊതുകിന്റെ വയർ തുറന്ന് പുറത്ത് വരികയല്ല, ജസ്റ്റ് ഒരു കവറിങ് മാത്രം പൊളന്ന് അവർ തൊറാക്സ് റീജിയനിലോട്ട് പോകുന്നു. ഓക്കെ, അവിടെ മൊസ്കിറ്റോ പെനട്രേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ മൊസ്കിറ്റോ മരിക്കുന്നു എന്നല്ല അർത്ഥം. ഓക്കെ, അവിടെ ജസ്റ്റ് ഒരു ലെയർ മാത്രം അത് ഒന്ന് പൊളന്ന് അതിന്റെ പുറത്തോട്ട് ഇറങ്ങുന്നു. ദെൻ എങ്ങോട്ട് പോകുന്നു? തൊറാക്സിലോട്ട് പോകുന്നു. ഈ തൊറാക്സ് റീജിയനിൽ വെച്ചിട്ടാണ് അവർ കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ട് ഇൻഫെക്റ്റീവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇൻഫെക്റ്റീവ് ആവാൻ എടുക്കുന്ന സമയമാണ് 10 മുതൽ 14 ദിവസം. 10 മുതൽ 14 ദിവസം എടുത്ത് എന്തായി മാറുന്നു? ഇൻഫെക്റ്റീവ് ആയിട്ട് മാറുന്നു അവര്. തൊറാക്സ് വെച്ചിട്ടാണ് ഇൻഫെക്റ്റീവ് ആയിട്ട് മാറിയത്. ദെൻ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ മൊസ്കിറ്റോയുടെ പ്രൊബോസിസ്. പ്രൊബോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? മൊസ്കിറ്റോ കുത്താൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ ബ്ലഡ് മീലൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടാണ്? പ്രൊബോസിസ് വെച്ചിട്ടാണ്. അപ്പൊ പ്രൊബോസിസിലോട്ട് പോകുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇൻഫെക്റ്റീവ് ആയതെന്ന് ലാർവേ. ഓക്കെ, അപ്പൊ വീണ്ടും ഈ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. ഓക്കെ, മനസ്സിലായേ? ഇത്രയേ ഉള്ളൂ ലൈഫ് സൈക്കിൾ. അപ്പം മൊസ്കിറ്റോ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ലാർവെ ഇൻജെക്ട് ചെയ്യുന്നു, ഹ്യൂമന്റെ ലിംഫാറ്റിക്സിൽ ചെല്ലുന്നു, അവർ മെച്ചുർ ആയിട്ട് ഫീമെയിൽ ആൻഡ് മെയിൽ മേറ്റ് ചെയ്ത് തൗസൻഡ്സ് ഓഫ് മൈക്രോഫൈലിയറെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവ ഷീത്ത്ഡ് ആണ്. ദെൻ വീണ്ടും ഈ മൊസ്കിറ്റോ പെരിഫറൽ ബ്ലഡ് എന്ന് മൈക്രോഫൈലിയറെ ഇൻജസ്റ്റ് ചെയ്യുന്നു. അത് മൊസ്കിറ്റോയുടെ ഗട്ടിൽ പോയിട്ട് എഗ് ഷീത്ത് ആയിട്ട് ഗട്ട് വാള് പെനട്രേറ്റ് ചെയ്യുന്നു, തൊറാക്സ് റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് കുറച്ച് ഡെവലപ്മെന്റ് നടക്കുന്നു, ഇൻഫെക്റ്റീവ് ആകുന്നു. 10 മുതൽ 14 ദിവസം എടുത്ത് ഇൻഫെക്റ്റീവ് ലാർവയാകുന്നു. വീണ്ടും ഈ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. ഇതാണ് ലൈഫ് സൈക്കിൾ. ഓക്കെ, ലൈഫ് സൈക്കിൾ മനസ്സിലായേ? ഇത് നിങ്ങൾ എന്തായാലും പഠിച്ച് അയച്ച് കലക്കി പഠിച്ചിരിക്കുക. ആ ഒരു ലൈഫ് സൈക്കിൾ വരച്ച് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. 3 ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. അസിംറ്റമാറ്റിക് ഉണ്ട്, അക്യൂട്ട് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്, ക്രോണിക് മാനിഫെസ്റ്റേഷൻസ്. അപ്പൊ അസിംറ്റമാറ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, സിംറ്റം ഇല്ല, സിംറ്റം ഇവിടെ കാണിക്കില്ല. പക്ഷെ ചിലപ്പോൾ മൈക്രോഫൈലിയർ ബ്ലഡിൽ കാണും, ചിലപ്പോൾ മൈക്രോഫൈലിയർ കാണില്ല, ബ്ലഡിൽ കാണില്ല. വിത്ത് മൈക്രോഫൈലിയറിയ ഓർ വിത്തൗട്ട് മൈക്രോഫൈലിയറിയ. ഓക്കെ, അത് സിംറ്റം ഇല്ല. അപ്പൊ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ മൈക്രോഫൈലിയർ കാണണമെന്നില്ല, ചിലപ്പോൾ മൈക്രോഫൈലിയർ ഉണ്ട്. അപ്പൊ പക്ഷെ ഇതിന്റെ ഇൻഫെക്റ്റഡ് ഡിഗ്രി എന്തായിരിക്കും? സെയിം ആയിരിക്കും, സെയിം ഡിഗ്രി ഓഫ് ഇൻഫെക്ടിവിറ്റി ആയിരിക്കും. ഓക്കെ, ദെൻ അക്യൂട്ട് മാനിഫെസ്റ്റേഷൻ ആദ്യമേ കാണിക്കുന്ന കുറച്ച് സൈൻസ് ആണ്. ഏതൊക്കെയായിരിക്കും? ഫീവർ, ലിംഫാൻജൈറ്റിസ്, നമ്മുടെ ആ പിക്ചറിലുണ്ട് അല്ലെ, ലിംഫാൻജൈറ്റിസ്, ലിംഫഡിനൈറ്റിസ്. അപ്പൊ ഇവർ ലിംഫഡിനൈറ്റിസ്, ലിംഫെഡിമ, ഇതൊക്കെ അക്യൂട്ട് മാനിഫെസ്റ്റേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, തൗസൻഡ്സ് ഓഫ് മൈക്രോഫൈലർ ഉണ്ടാകുമ്പോഴത്തേക്കും ലിംഫാറ്റിക് സിസ്റ്റം ബ്ലോക്ക് ആയി ഓരോ സ്ഥലത്തും വീക്കം ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അതാണ് അക്യൂട്ട് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ എന്താ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നടത്തുക. ട്രീറ്റ്മെന്റ് നടത്തിയ റീഹാബിൽ കുറച്ച് ഡിസബിലിറ്റി വരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഉള്ളൂ ഇവിടെ ഒരു മാർഗം. എന്നിട്ടും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്രോണിക് മാനിഫെസ്റ്റേഷനിലോട്ട് പോവാണ്. ഹൈഡ്രോസീൽ, എലിഫന്റിയാസിസ്. എലിഫന്റിയാസിസ് നമ്മൾ നേരത്തെ പിക്ചർ കാണിച്ചില്ലേ? ഇതാണ് എലിഫന്റിയാസിസ്. കണ്ടോ? എലിഫന്റിന്റെ നമ്മുടെ ആനയുടെ കാല് പോലെ ആ 3 ലെയർ ഉണ്ട്, ലെയർ ആവുന്നു. അതുപോലെ തന്നെ കറുത്ത് വരും നമ്മുടെ കാല്. അതാണ് എലിഫന്റിയാസിസ്. അതൊക്കെ ക്രോണിക് മാനിഫെസ്റ്റേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, അതൊക്കെ ഇതിൽ ഇവിടെ ഉണ്ടാവും, നമ്മുടെ ക്രോണിക് മാനിഫെസ്റ്റേഷൻസിൽ. അത് അത്രയും നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കാര്യങ്ങളാണ്. അത് വളരെ റെയർ ആണ്, എന്നാലും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഹൈഡ്രോസീല്, പിന്നെ നമ്മുടെ സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള പീനിസ്, അതിന്റെയൊക്കെ വീക്കം ഉണ്ടാവും. അത് ക്രോണിക് മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? ഡയഗ്നോസ് ചെയ്യും. എങ്ങനെ ഡയഗ്നോസ് ചെയ്യും? എങ്ങനെ ട്രീറ്റ് ചെയ്യും? എങ്ങനെ കൺട്രോൾ ചെയ്യും? അപ്പൊ ഡയഗ്നോസിങ് മെത്തേഡ് ഏതാണ് മെയിൻ ആയിട്ടും? നമ്മളെ ബ്ലഡ് സ്മിയർ ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ടും ഡയഗ്നോസ് ചെയ്യുന്നത് കേട്ടോ. നമ്മള് കേട്ടിട്ടില്ലേ, രാത്രി കാലങ്ങളിലായിരിക്കും എപ്പോഴും
8 മണിക്ക് ശേഷമായിരിക്കും എപ്പോഴും ഈ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് ഫൈലേറിയൻ സ്മീർ എടുക്കാൻ വരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാ? രാത്രിയായിരിക്കും നമ്മുടെ പെരിഫറൽ ബ്ലഡിൽ മൈക്രോഫൈലിയർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് നൈറ്റ് ബ്ലഡ് സ്മിയേഴ്സ് ആണ് ഡയഗ്നോസിന് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? പെരിഫറലിൽ മൈക്രോഫൈലിയർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈറ്റ് ടൈമിലായിരിക്കും. എപ്പോഴും ഒരു 8 മണി, രാത്രി 8 മണിക്ക് ശേഷമായിരിക്കും സാധാരണ കാണപ്പെടുന്നത്. ഓക്കെ, തിക്ക് സ്മിയേഴ്സ് ആണ് അറിഞ്ഞിരിക്കുക. തിക്ക് സ്മിയേഴ്സ് ആണ് നമ്മളിവിടെ സ്ലൈഡിൽ എടുക്കുന്നത്. ദെൻ ട്രീറ്റ്മെന്റ് എം ഡി എ കേൾക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫൈലേറിയാസിസ്. MDA എന്താണ്? മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ആനുവൽ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ കേട്ടില്ലേ? അതായത് നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ കഴിക്കുന്നതാണ് നമ്മുടെ വിരയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു ദിവസം ഒരു ഗുളിക കഴിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? യെസ്, ആ ഗുളിക ഏതായിരുന്നു അറിഞ്ഞോ? DEC ടാബ്ലറ്റ്സ് ആയിരുന്നു. DEC, ഡൈഇഥൈൽ കാർബമസിൻ സിട്രേറ്റ് ടാബ്ലറ്റ്സ് ആണ് നമ്മൾ അന്ന് കഴിച്ചത്. ഓക്കെ, ഇത് കൊടുക്കുന്നത് 2 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിക്കാവുള്ളൂ. 2 വയസ്സ് താഴെയുള്ള ആൾക്കാർക്കാണ് എന്തായിരിക്കും? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവല്ലേ, അപ്പൊ അവർക്ക് ചിലപ്പോൾ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിനും കൊടുത്തൂടാ കേട്ടോ. പ്രഗ്നന്റ് ലേഡീസും ഇത് കഴിച്ചൂടാ. പിന്നെ മെയിനായിട്ടും ആഫ്റ്റർ ഫുഡ് എപ്പോഴും നമ്മുടെ ഫുഡിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. കാരണം എന്തായിരിക്കും? ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ദെൻ ഫീവർ മാനേജ്മെന്റ്. ഫീവർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പനി മാനേജ് ചെയ്യുക. ദെൻ ഹോം മാനേജ്മെന്റ് പറയുമ്പോഴേ നമുക്ക് എന്തൊക്കെയായിരിക്കും? പ്ലെന്റി ഓഫ് വാട്ടർ കുടിക്കുക, റെസ്റ്റ് ചെയ്യുക, നമ്മുടെ അഫക്ട് ചെയ്ത ലിംബ് ഇല്ലേ അത് എലിവേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ കോൾഡ് വാട്ടർ വെച്ച് ലിംബ് കഴുകാൻ ശ്രദ്ധിക്കുക. പിന്നെ വൂണ്ട്, നമ്മുടെ ഈ കാല് തന്നെ വലുതായിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ വൂണ്ടൊക്കെ വന്നാൽ അറിയില്ല. ഇപ്പൊ ടോസിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും മുറിവുകളോ കട്ടുകളോ ഒക്കെ വരികയാണെങ്കിൽ ആന്റിസെപ്റ്റിക് വെച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ഹോം മാനേജ്മെന്റിൽ വരുന്നു. ദെൻ വെക്ടർ കൺട്രോൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് വെക്ടർ കൺട്രോൾ. നേരത്തുള്ള വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ക്യൂലെക്സും മാൻസണൈഡ്സും. ക്യൂലെക്സ് നമുക്കറിയാം ഡേർട്ടി വാട്ടറിലാണ് അവര് മുട്ടയിടുന്നത്. അപ്പം ഈ സെസ്പൂൾ, ഡ്രെയിനേജ് പോലുള്ള ഈ അഴുക്ക വെള്ളം കെട്ടിക്കിടക്കാവുന്ന സാഹചര്യമെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാൻസണൈഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു തരം മൊസ്കിറ്റോസ് നമ്മുടെ ഈ വെള്ളത്തിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് ഇല്ലേ അതിന്റെ റൂട്ടിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ആ പ്ലാന്റ്സിന്റെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാൻസണൈഡ്സിന് നമുക്ക് ബ്രീഡിംഗ് പ്ലേസ് വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടും വെക്ടർ കൺട്രോൾ പറഞ്ഞത്. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മുടെ പൊതുസമൂഹത്തിനെ അവെയർ ആക്കിയിരിക്കുക. ഫൈലേറിയ എങ്ങനെ വരുന്നു, ഈ ക്യൂലെക്സ് മൊസ്കിറ്റോസ് എവിടെയൊക്കെ മുട്ടയിടുന്നു അല്ലെ, ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കാം. നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം അത് അറിഞ്ഞിരിക്കട്ടെ. 1955 ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം വരുന്നത്. അതിന്റെ മെയിൻ 2 എയിംസ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. എലിമിനേഷൻ ഓഫ് ലിംഫാറ്റിക് ഫൈലിയറിസിസ് ബൈ 2070. അതുപോലെ തന്നെ നമ്പർ ഓഫ് മൈക്രോഫൈലിയറിയ കാരിയേഴ്സ് അത് <1% ആക്കുക. അതുപോലെ തന്നെ ചിൽഡ്രൻസിലെ ഈ എലിമിനേഷൻ ഓഫ് ലിംഫാറ്റിക് ഫൈലിയറിസിന് ശേഷം വളരുന്ന ചിൽഡ്രൻസിന് അവരുടെ ശരീരത്തിൽ മൈക്രോഫൈലിയറിയ ഒരു അംശം പോലും കാണാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഫൈലേറിയൽ കൺട്രോൾ പ്രോഗ്രാമിന്റെ കുറച്ച് എയിംസ് ഒക്കെ. അതൊക്കെ ഒന്ന് നിങ്ങൾ വായിക്കുക കേട്ടോ. അപ്പോ ഇത്രയാണ് നമ്മുടെ ഫൈലേറിയസിനെ പറ്റിയുള്ള ക്ലാസ്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.